നമസ്കാരം. ഭാരതത്തിൻ്റെ തദ്ദേശീയ പ്രതിരോധ ഗവേഷണ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ കാറ്റ്സ് ഹണ്ടർ ക്രൂയിസ് മിസൈലിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ മിസൈലിൻ്റെ ആദ്യത്തെ പൂർണ്ണതോതിലുള്ള പവേർഡ് ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ 2027 അവസാനത്തോടെയോ അല്ലെങ്കിൽ 2028 തുടക്കത്തിലോ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യകളും ആളില്ലാ വ്യോമ സംവിധാനങ്ങളും ഒരേപോലെ സംയോജിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുന്നതിനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിലവിൽ മുൻഗണന നൽകുന്നത്. ഭാവിയിലെ വ്യോമയുദ്ധങ്ങളിൽ മാനവശേഷി കുറഞ്ഞ നഷ്ടത്തോടെയും എന്നാൽ അതിശക്തമായ പ്രഹരശേഷിയോടെയും ശത്രുതാവളങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പരമ്പരാഗതമായ സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുവിൻ്റെ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ശത്രുമേഖലയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുന്ന കുറഞ്ഞ ദൃശ്യപരതയുള്ള ഒരു സബ്സോണിക് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലായിട്ടാണ് കാറ്റ്സ് ഹണ്ടർ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മിസൈലിന് ഏകദേശം 600 കിലോഗ്രാം ഭാരവും 250 കിലോഗ്രാം ഭാരവുമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയും ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുവഴി ദൂരപരിധിയും പ്രതിരോധ ശേഷിയും വിനാശകരമായ പ്രഹരശേഷിയും തമ്മിലുള്ള മികച്ച ഒരു തുലനം നിലനിർത്താൻ സാധിക്കുന്നു. വിവിധതരം യുദ്ധവിമാനങ്ങളിൽ ഈ മിസൈൽ ഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പ്രവർത്തനപരമായ വഴക്കത്തോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ജാഗ്വർ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്, സുഖോയ് Su-30 MK ഫൈറ്ററുകൾ എന്നിവയുമായി ഇതിന് വളരെ വേഗത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കും. കൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ തന്നെ കാറ്റ്സ് വാരിയർ എന്ന ആളില്ലാത്ത യുദ്ധവിമാനത്തിൻ്റെ ആന്തരിക ആയുധ അറകളിൽ നേരിട്ട് വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പൈലറ്റുള്ള വിമാനങ്ങൾക്കും ആളില്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഒരേ കൃത്യതയേറിയ ആയുധം ഉപയോഗിക്കാൻ അവസരം നൽകുന്നു. മിസൈലിൻ്റെ സബ്സിസ്റ്റങ്ങളുടെ വികസനം തുടരുന്നുണ്ട് എങ്കിലും മുഴുവൻ തോതിലുള്ള പവേർഡ് ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നാഴികക്കല്ല്. ഈ പരീക്ഷണ വേളയിൽ മിസൈൽ വിക്ഷേപണ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേർപെടുകയും ടർബോജെറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുകയും സുസ്ഥിരമായ പറക്കൽ ഉറപ്പാക്കുകയും നിയന്ത്രണ സംവിധാനങ്ങളും പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും പരീക്ഷിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് സ്വയം നാവിഗേറ്റ് ചെയ്ത് എത്തുകയും ചെയ്യും. ഈ ഘട്ടത്തിലേക്ക് എത്തുന്നതിലെ കാലതാമസത്തിന് കാരണം മിസൈലിൻ്റെ സ്വന്തം സാങ്കേതിക തകരാറുകൾ മാത്രമല്ല, മറിച്ച് ഇത് പ്രവർത്തിക്കേണ്ട വിശാലമായ കാറ്റ്സ് ആവാസ വ്യവസ്ഥയുടെ സങ്കീർണതകളാണ്. ഈ ആവാസ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ എയർ കോമ്പാറ്റ് ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണുള്ളത്. വിക്ഷേപണ എയർക്രാഫ്റ്റുകളും ആളില്ലാ പ്ലാറ്റ്ഫോമുകളും സ്വയം കൃത്യതയേറിയ ആയുധങ്ങളും തമ്മിലുള്ള സുരക്ഷിതമായ ആശയവിനിമയവും സഹകരണാത്മക പ്രവർത്തനങ്ങളും സാധ്യമാക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്രെയിംവർക്കാണ്. പരമ്പരാഗതമായ ഫയർ ആൻഡ് ഫോർഗെറ്റ് ക്രൂയിസ് മിസൈലുകൾ പോലെ മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്നത്, മറിച്ച് പൈലറ്റും ആയുധവും തമ്മിൽ നിർദ്ദേശങ്ങളും ലക്ഷ്യവിവരങ്ങളും കൈമാറാൻ കഴിയുന്ന ഒരു ബുദ്ധിപരമായ യുദ്ധശൃംഖലയുടെ ഭാഗമായിട്ടാണ് കാറ്റ്സ് ഹണ്ടർ പ്രവർത്തിക്കുന്നത്. ഈ മിസൈലിൻ്റെ മുഴുവൻ പ്രവർത്തന ശേഷിയും പ്രകടമാക്കുന്നതിന് മുൻപ് ഈ പരസ്പര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കോർ അൽഗോരിതങ്ങൾ സാധൂകരിക്കേണ്ടതുണ്ട്. ആളില്ലാ സംവിധാനങ്ങളും പൈലറ്റുള്ള വിമാനങ്ങളും തമ്മിലുള്ള കൃത്യമായ ഏകോപനം ഈ മൊത്തത്തിലുള്ള പദ്ധതിയുടെ വിജയത്തിന് അടിസ്ഥാനപരമായ റിക്വയർമെൻ്റ് ആയതിനാൽ AI സാധൂകരണത്തിന് ഈ പ്രോഗ്രാം ഉയർന്ന മുൻഗണനയാണ് നൽകുന്നത്. കാറ്റ്സ് വാരിയർ ആളില്ലാ യുദ്ധവിമാനത്തിൻ്റെ വികസനത്തിന് മുൻഗണന നൽകാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എടുത്ത തീരുമാനവും പ്രോഗ്രാമിൻ്റെ സമയക്രമത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. ഏകദേശം 2 ടൺ ഭാരമുള്ള സ്റ്റെൽത്ത് അധിഷ്ഠിതമായ ആളില്ലാത്ത യുദ്ധവിമാനം ഹണ്ടർ മിസൈലിൻ്റെ പ്രധാന വിക്ഷേപണ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പരമ്പരാഗത യുദ്ധവിമാനങ്ങൾ മിസൈലുകളെ പുറത്താണ് വഹിക്കുന്നത് എങ്കിൽ വാരിയർ മിസൈലിനെ അതിൻ്റെ ആന്തരിക അറകളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഇത് ആക്രമണ ദൗത്യങ്ങളിൽ യുദ്ധവിമാനത്തിൻ്റെ കുറഞ്ഞ ദൃശ്യപരത നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഈ അടുത്ത സംയോജനം കാരണം ഹണ്ടറിൻ്റെ മുഴുവൻ പ്രവർത്തനപരമായ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുൻപ്
വാരിയർ പ്ലാറ്റ്ഫോമിൻ്റെ വിജയകരമായ സാധൂകരണം അത്യാവശ്യമാണെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കരുതുന്നു. ഇതിൻ്റെ ഫലമായി എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ വാരിയർ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കുന്നതിലും അതിൻ്റെ കന്നിപ്പറക്കലിനുമായി തയ്യാറെടുക്കുന്നതിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ആളില്ലാ യുദ്ധവിമാനത്തിൻ്റെ വിജയം യുദ്ധസമയത്ത് ഹണ്ടർ ആശ്രയിക്കുന്ന നിരവധി സ്വയംഭരണ മിഷൻ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെയും ആശയവിനിമയ ഘടനകളെയും സാധൂകരിക്കും. ഈ അടിസ്ഥാന സാങ്കേതിക വിദ്യകൾ വിജയം കണ്ടുകഴിഞ്ഞാൽ വിക്ഷേപണം, എഞ്ചിൻ ജ്വലനം, സ്വയംഭരണ നാവിഗേഷൻ, കൃത്യമായ ലക്ഷ്യം കാണൽ തുടങ്ങിയ സംയോജിത മിസൈൽ പരീക്ഷണങ്ങളിലേക്ക് ഈ പ്രോഗ്രാം മുന്നേറും. കാറ്റ്സ് പ്രോഗ്രാം ഭാവിയിലെ വ്യോമയുദ്ധങ്ങളെ സമീപിക്കുന്നതിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഒരു വലിയ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സുരക്ഷിതമായ സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്ന് പൈലറ്റുമാർ ആളില്ലാ വിമാനങ്ങളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള നിരവധി സ്വയംഭരണ ആയുധങ്ങളെ നയിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ഇത്തരം സമീപനങ്ങൾ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരുടെ ജീവനുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കാനും പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കാനും ഒത്തൊരുമിച്ച് കൂടുതൽ കൃത്യതയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കാനും സഹായിക്കും. കാറ്റ്സ് ഹണ്ടർ ക്രൂയിസ് മിസൈലും മൊത്തത്തിലുള്ള കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റവും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് സൃഷ്ടിക്കുന്നത്. ആളില്ലാ വ്യോമ സംവിധാനങ്ങളും കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യകളും ഒരേപോലെ സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രാദേശിക ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനെയും ചൈനയെയും തന്ത്രപരമായ തലത്തിൽ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് മാറി ആളില്ലാ വിമാനങ്ങളും ലോ ഒബ്സർവബിൾ ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ശത്രു മേഖലകളിൽ ആഴത്തിലുള്ള പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ ഇന്ത്യ സജ്ജമാകുമ്പോൾ അത് ഇരു അയൽരാജ്യങ്ങളുടെയും നിലവിലുള്ള പ്രതിരോധ പദ്ധതികളെയും സൈനിക കണക്കുകൂട്ടലുകളെയും പൂർണ്ണമായും തകിടം മറിക്കുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാറ്റ്സ് ഹണ്ടർ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെയും കാറ്റ്സ് വാരിയർ പോലെയുള്ള സ്റ്റെൽത്ത് ആളില്ലാ യുദ്ധവിമാനങ്ങളുടെയും കടന്നുവരവ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും നിലവിൽ ഇന്ത്യയുടെ ദൂരപരിധിയിലുള്ള ആക്രമണ ആയുധങ്ങളുടെ പരിധിയിലാണ്. എന്നാൽ പൈലറ്റുമാരുടെ ജീവന് അപകടമില്ലാതെ സുരക്ഷിതമായ സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനും ശത്രുവിൻ്റെ കനത്ത വ്യോമ പ്രതിരോധ വലയങ്ങളെ തുളച്ചുകയറാനും കഴിയുന്ന കാറ്റ്സ് ഹണ്ടർ മിസൈലുകൾ പാകിസ്ഥാൻ്റെ സുരക്ഷാ മുൻകരുതലുകളെ നിഷ്പ്രഭമാക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പരമ്പരാഗത റഡാർ സംവിധാനങ്ങൾക്കും വ്യോമ പ്രതിരോധ മാർഗങ്ങൾക്കും കുറഞ്ഞ ദൃശ്യപരതയുള്ള ഈ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെയും ആളില്ലാ പേടകങ്ങളെയും കൃത്യമായി മുൻകൂട്ടി കണ്ടെത്തി പ്രതിരോധിക്കാൻ വലിയ പ്രയാസം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഇത് പാകിസ്ഥാൻ സൈനിക മേധാവികൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഈ തദ്ദേശീയ സാങ്കേതിക മുന്നേറ്റം ലഡാക്ക് അതിർത്തിയിലും വടക്ക് കിഴക്കൻ അതിർത്തികളിലും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി അഥവാ PLA വിന്യസിച്ചിരിക്കുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. ടിബറ്റൻ പീഠഭൂമിയിലും അതിർത്തി പ്രദേശങ്ങളിലും ചൈന വൻതോതിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ ശൃംഖലകളെ മറികടക്കാൻ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കാറ്റ്സ് ആവാസ വ്യവസ്ഥയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. എയർ കോമ്പാക്ട് ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ സഹായത്തോടെ ഒരേ സമയം നിരവധി ആളില്ലാ വിമാനങ്ങളും ആയുധങ്ങളും ഏകോപിപ്പിച്ച് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമ്പോൾ ചൈനയുടെ പ്രതിരോധ വിന്യാസങ്ങൾ അപര്യാപ്തമായി മാറും. തങ്ങളുടെ അതിർത്തികളിൽ ചൈന ഇതുവരെ പുലർത്തി വരുന്ന മേധാവിത്വ മോഹങ്ങൾക്ക് വലിയൊരു തടസ്സമായി ഈ പദ്ധതി മാറുന്നുണ്ട്. കൂടാതെ ഈ സാങ്കേതിക വിദ്യയുടെ വിജയം ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥയെ ഇന്ത്യയുടെ പക്ഷത്തേക്ക് കൂടുതൽ ശക്തമായി ചായ്ക്കാൻ സഹായിക്കും. പൈലറ്റുള്ള യുദ്ധവിമാനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന പഴയ രീതികൾക്ക് വിരാമമിട്ടുകൊണ്ട് കുറഞ്ഞ ചിലവിൽ കൂടുതൽ കൃത്യതയേറിയ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ ഇന്ത്യ പ്രാപ്തമാകുമ്പോൾ അത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സംയുക്തമായ ഏത് നീക്കങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യത്തിന് കരുത്തു പകരും. ശത്രു രാജ്യങ്ങളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഏഷ്യൻ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സൈനിക താവളങ്ങളെയും പ്രതിരോധ വ്യവസ്ഥകളെയും എപ്പോഴും മുൾമുനയിൽ നിർത്താൻ പോകുന്ന ഒന്നാമത്തെ തദ്ദേശീയ ആയുധ ആവാസ വ്യവസ്ഥയായി കാറ്റ്സ് പദ്ധതി ഇതിനോടകം മാറിക്കഴിഞ്ഞു. വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.